ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് എന്റെ മനസ്സിനെ കുറിച്ച് മാർക്കിടാൻ രാകേഷിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി സ്ത്രീത്വത്തിനെ കുറിച്ച് കൂടുതൽ വാചാലനായിട്ടുണ്ട്. അതിന് ഞാൻ മറുപടി പറയാം. ബാക്കിയുള്ള ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെ അത് ഒരു മാറ്റമില്ല. മുഖ്യമന്ത്രി പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറയുന്നത്, സ്വന്തം മകൻ 51 വെട്ടേറ്റ് മരിച്ചു കിടക്കുന്ന കാഴ്ച കാണേണ്ടി വന്ന TP ചന്ദ്രശേഖരന്റെ അമ്മയും ഒരു സ്ത്രീയായിരുന്നു. സ്വന്തം ഭർത്താവിനെ 51 വെട്ടുവെട്ടി കൊന്ന് വിധവയാക്കപ്പെട്ട KK രമയും ഒരു വനിതയാണ്, ഒരു സ്ത്രീയാണ്. അങ്ങനെയുള്ളവരോടുള്ള സ്ത്രീത്വത്തിന്റെ ബഹുമാനം കാണിക്കാത്തവർ സ്വന്തം പാദസേവകരെ അനുഗ്രഹിക്കുന്നത് അതേതായാലും ഞങ്ങൾ അതിനോട് ഒട്ടും യോജിക്കില്ല. ഞങ്ങൾ എതിർക്കേണ്ടതിന് എതിർക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് പിണറായിന്റെയോ രാകേഷിന്റെയോ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. പറയേണ്ട കാര്യങ്ങൾ ഇനിയും പറയും. അതിൽ സ്ത്രീ എന്നോ പുരുഷനോന്നല്ല, സിവിൽ സർവീസ് നിയമം ആര് ലംഘിക്കുന്നു അതിനെ ഒരിക്കലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി വരും. ഉടൻ തന്നെ മറ്റേ ഇലക്ഷൻ കമ്മിറ്റി യോഗം കൂടും, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഒറ്റക്കെട്ടായി മുന്നണി മുന്നോട്ട് നീങ്ങും. അതെ, അത് പെട്ടെന്ന് പ്രഖ്യാപിച്ച ഇലക്ഷൻ കഴിഞ്ഞാൽ ആ കോടി എവിടെ പോകുന്നു കണ്ടുവിനറിയാം. പ്രഖ്യാപനമൊക്കെ നന്നായി, സന്തോഷമാണ്. പക്ഷേ ഇത് നേരത്തെ പ്രഖ്യാപിക്കായിരുന്നില്ല. എന്നാൽ പണി തുറന്നേനല്ലോ. ഇപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പം 9 കൊല്ലം അൻവർ LDFന്റെ MLA ആയിരുന്നില്ലേ, UDF കാരനായിരുന്നില്ലല്ലോ. 9 കൊല്ലം കഴിഞ്ഞപ്പോഴല്ലേ UDFിലേക്ക് വന്നത്. അതുവരെ LDFൽ ഉണ്ടായിരുന്നില്ലേ, അന്ന് സാങ്ഷൻ ആക്കായിരുന്നല്ലോ. അപ്പോൾ നിലമ്പൂരിലെ UDFന്റെ MLA വരുമ്പോൾ ഇവരുടെ കോടി എവിടെ പോയി എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷേ അടുത്ത ഇലക്ഷന് UDF വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് അജണ്ട ഈ നിലമ്പൂർ ബൈപ്പാസിന് തന്നെയായിരിക്കും. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ EDയുടെ അന്വേഷണം EDയെ ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. ED എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ വിലാസം സംഘടന. അവിടെ ഒരു രസകരമായിട്ട് കാര്യമുണ്ട്. ED കാര്യമായിട്ട് പെരുമാറാത്ത ഒരു നോൺ BJP സ്റ്റേറ്റ് കേരളം മാത്രമേ ഉള്ളൂ. കാരണം ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അർദ്ധനാരീശ്വരനാണ്. പകുതി BJPയും പകുതി CPMമാണ്. അതുകൊണ്ട് കേരളം ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും, ഇപ്പം കേജ്രിവാളിന്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലൊക്കെ ഒരു നോൺ BJP മുഖ്യമന്ത്രിമാരോട് കാണിക്കുന്ന എല്ലാ ദ്രോഹവും കാണിക്കാം, കേരളത്തിലൊഴികെ. അതുകൊണ്ട് EDയെ ഞങ്ങൾക്ക് വലിയ പേടിയൊന്നുമില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇമേജ് തറക്കാനൊന്നും ഒരു EDയും കേടിയും വളർന്നിട്ടില്ല.